ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവിൻ്റെ ഒരു വലിയ കൃപയും ദയയും സാന്നിധ്യവും ഒക്കെ നമ്മളോട് കൂടെയുള്ള ഒരു പകലാണ്, ഒരു രാത്രിയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത്. ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് കൂടെ ചേർന്ന് ആരംഭിക്കാൻ ഒത്തിരി പേർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനെ അതിനെ ഓർത്ത് സ്തുതിക്കുകയാണ്. അതൊരു സാധാരണ കാര്യമായിട്ടോ ഒരു കൊച്ചു കാര്യമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. ദൈവത്തോടൊപ്പം ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പലർക്കും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്കത് സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രശംസനാർഹമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ ദിവസങ്ങളിൽ അവനോടുകൂടെ ചെലവഴിച്ചിട്ടുള്ള സമയങ്ങൾക്ക് തക്കതായ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് ചെന്നൈയിൽ നിന്ന് അജിത് ജോൺ ആണ്. താങ്ക് യു. ദൈവം ഇതുവരെ നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടും അപ്പോൾ തന്നെ ഇന്ന് മകൻ ഡാനിയലിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഡാനിയൽ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെയ് 31 അജിത് ജോണിൻ്റെ ജന്മദിനമാണല്ലോ കർത്താവെ. അദ്ദേഹത്തിനുള്ള പ്രത്യേകിച്ച് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കൂടെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ഡാനിയലിൻ്റെ ജന്മദിനമാണല്ലോ, കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഇന്നത്തെ സന്ദേശം എന്ന് പറഞ്ഞ യു ആർ ഫ്രീ ടു ഗോ, നിങ്ങൾക്ക് സ്വതന്ത്രമായി പോകാം എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം. വേഗത്തിൽ നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഉന്നതനാണെങ്കിലും ഏറ്റവും താഴെ കുപ്പക്കുഴയിലും പൊട്ടക്കിണറ്റിലും അല്ലെങ്കിൽ അഗാധ ഗർത്തത്തിലൊക്കെ വീണു പോകുന്നവരെ പോലും അവൻ പൊക്കിയെടുക്കുന്നു. അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിൽ അവർക്കൊരു ദൈവമുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ദൈവമുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവം എല്ലാ മിഥ്യ സങ്കല്പങ്ങളെക്കാളും ഉയരത്തിൽ ഒരു യഥാവാനായ സത്യവാനായ ഒരു ദൈവമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടും അതിൻ്റെ പ്രൊക്ലമേഷനും എത്ര ഭയങ്കരമാണ്. ഏറ്റവും ഉന്നതനായ വ്യക്തി എന്നോടൊപ്പം ഉണ്ട്, എന്നെ അവൻ കടാക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ എത്ര ഭയങ്കരമാണ്. 121 സങ്കീർത്തനം നമ്മൾ കണ്ടു, അലയ അല്ലേ, ഉയരത്തിലേക്കുള്ളൊരു യാത്ര, ദൈവത്തെ കാണാൻ. ദ മേക്കർ ഓഫ് ഹെവൻസ് ആൻഡ് ദി എർത്ത്, സ്വർഗാധി സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്ക്, അതൊക്കെ എത്ര ഭയങ്കരമാണ്. അങ്ങനെയുള്ളവരുടെ അകത്തുള്ള പ്രത്യാശ എത്ര ഭയങ്കരമാണ്. അവർക്കുള്ള പ്രിവിലേജസ് അവിടെ കണ്ടു. സൂര്യൻ നിന്നെ ബാധിക്കുകയില്ല, ചന്ദ്രൻ നിന്നെ ബാധിക്കുകയില്ല, ഒരു ദോഷവും തട്ടാതവണ്ണം നിന്റെ കാലിനെ അവൻ കാക്കും, നീ സ്ലിപ്പ് ചെയ്ത് വീഴുകയില്ല, നിന്റെ ലൈഫ് മുഴുവൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, അവൻ നിന്നെ കാക്കും, വീണാലും നീ നിലംപരിചാകാതെ വണ്ണം അവൻ നിന്നെ കടാക്ഷിക്കുന്നൊക്കെ കേൾക്കുന്നത് തന്നെ എത്ര ഭയങ്കരമാണ്. സോ ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ തല അവൻ ഉയർത്തും. ലേവ്യ പുസ്തകത്തിൽ 26 അധ്യായം 13 വചനത്തിൽ നമ്മൾ കണ്ടു, ഈജിപ്തിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഞാൻ നിന്നെ വിടുവിച്ചത് നീ ഇനിയും അടിമയായി കിടക്കാനല്ല, തല ഉയർത്തി നടക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, തല ഉയർത്തി നടക്കാൻ വേണ്ടി ദൈവം എന്നെ സാത്താൻ്റെ അധികാരത്തിൽ നിന്നും പാപത്തിൽ നിന്നൊക്കെ വിടുവിച്ചു. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു. സങ്കീർത്തനം 3:3 നമ്മൾ കണ്ടത് ഈ കർത്താവ് നമ്മുടെ തല ഉയർത്തുന്നവനാണ്. ഈസ് ദ ലിഫ്റ്റർ ഓഫ് മൈ ഹെഡ്. എൻ്റെ തല ഉയർത്തുന്നവനാണെന്ന് നമ്മൾ കണ്ടു. തല ഉയർത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മൾ താഴേക്കല്ല നോക്കേണ്ടത്, മുകളിലേക്കാണ്. കാരണം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. കർത്താവ് തന്നെയാണെങ്കിൽ മുകളിലേക്ക്, യേശു മനുഷ്യനായിരുന്ന സമയത്ത് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. അത് നമുക്കൊരു മാതൃകയാണ്. ലാസറെ ഉയർപ്പിക്കുന്ന സമയത്തും
അതുപോലെ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്തൊക്കെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്. സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയത്ത് അവൻ മുകളിലേക്ക് നോക്കിയത് നമ്മൾ കണ്ടു. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കർത്താവ് സിംഹാസനത്തിലിരുന്നുകൊണ്ട്, സ്വർഗാദി സ്വർഗത്തിലിരുന്നുകൊണ്ട് അവൻ താഴേക്ക് നോക്കും. എന്തിന്? കുനിഞ്ഞിരിക്കുന്നവരെ, പൊടിയിൽ കിടക്കുന്നവരെ, വെണ്ണീറിൽ കിടക്കുന്നവരെ, ജീവിതം മുഴുവൻ തകർന്ന് ഇനി ആർക്കും, ഹോസ്പിറ്റലുകാർക്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഗവൺമെൻറ്റിനോ മാനസിക രോഗ വിദഗ്ധർക്കോ കൗൺസിലേഴ്സിനോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത പരുവത്തിലായി ചാരമായി കിടക്കുന്ന, ആ പരുവത്തിൽ കിടക്കുന്നവരെ പോലും പണിത് ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ ദൈവത്തിന് സാധിക്കും. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ഉണങ്ങി വരണ്ട് വന്ധ്യയായി ജീവിക്കുന്നൊരു സ്ത്രീയെ പിടിച്ച് കുടുംബത്തിൽ സെറ്റിലാക്കി മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും ദൈവത്തിന് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിന്ന് ഒരു വചനഭാഗം നമുക്ക് നോക്കാം. 146 സങ്കീർത്തനം 8 വചനമാണ്. Psalm 146 verse number 8. The Lord gives sight to the blind. The Lord lifts up those who are bowed down. The Lord loves the righteous. അത് നോക്കി. The Lord gives sight to the blind. കുരുട്ട് കണ്ണുകൾക്ക് അവൻ കാഴ്ച നൽകുന്നു, അന്ധർക്ക് അവൻ കാഴ്ച നൽകുന്നു. The Lord lifts up those who are bowed down. കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. The Lord loves the righteous. നീതിമാന്മാരെ അവൻ സ്നേഹിക്കുന്നു. ഇതൊക്കെ ആ 146 സങ്കീർത്തനത്തിൻ്റെ ലിറിക്സിൻ്റെ പാർട്ടായിട്ട് കിടക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. God is into an uplifting business. ഈ സാധാരണ തൊഴിലാളികൾക്ക്, സാധാരണ കൈത്തൊഴിലും അല്ലെങ്കിൽ എന്താ പറയുന്നത്, സാധാരണ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ആർക്കും പറ്റാത്ത ഭീകരമായ ജോലി, നിരവധി ടൺ വെയിറ്റ് ഉള്ളൊരു സാധനം ലിഫ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ജോലിക്ക് വേണ്ടിയിട്ട് പ്രസിദ്ധരാണ് ഖലാസികൾ. നിങ്ങൾക്കറിയാം, ഖലാസികളെ വിളിക്കും. അവരിങ്ങ് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ വളരെ ഹെവി ലോഡുമായി പോയൊരു ട്രക്ക് മറിഞ്ഞു പോയി വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്ക് പറ്റാത്തത് ഖലാസികൾ ചെയ്യും. ഇവിടെ കർത്താവ് ചെയ്യുന്നൊരു പരിപാടി, ഗാഡ് ഈസ് ഇൻ ടു ആൻ അപ്ലിഫ്റ്റിംഗ് ബിസിനസ് എന്ന് വെച്ചാൽ, ആരുടെങ്കിലൊക്കെ ജീവിതം തകർന്ന് പൊട്ടി ഇനി ആർക്കും ഒന്നും റിപ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ തകർന്നു പോയാൽ, കർത്താവ് അവിടെയാണ് അവരെ പണിയുന്നത്. ഈ ചില സ്റ്റേജുകളിൽ ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ആ സാക്ഷ്യം കേട്ട് ഞാൻ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു അവസ്ഥയിലായിരുന്നു ഇവരൊന്നും നമ്മളറിയുന്നില്ല. കർത്താവല്ല ഇതെല്ലാം അറിയുന്നത്. ശുശ്രൂഷിക്കുന്നവർക്ക് പോലും ഇതൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളും ദൃക്സാക്ഷികളായിട്ട് ഇങ്ങനെ നിൽക്കുക. കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മളും സ്പെക്ടേറ്റേഴ്സായി നിന്നുകൊണ്ട് അവനെ സ്തുതിക്കാനല്ലാതെ മറ്റൊന്നും കഴിയാത്ത അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം ആയിപ്പോയിട്ടുണ്ട്. ചിലരൊക്കെ തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഈ മണൽ വാരാൻ പോകുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ തകർന്നു പോയിട്ട് പിന്നെ ജീവിക്കാനും വയ്യ. അങ്ങനെ ഒരാള് പല ജില്ലകൾ താണ്ടി തെക്കൻ ജില്ലകളിൽ എവിടെ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. നമ്മുടെ പ്രോഗ്രാമുകൾ സെക്യുലർ ചാനലുകളിലൊക്കെ നടക്കുന്ന ആ കാലത്ത് പല ജില്ലകൾ താണ്ടി ആ മനുഷ്യൻ വന്നിരിക്കുകയാണ്. അതുപോലെ തകർന്നു പോയൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ യേശു എഴുന്നേൽപ്പിച്ചു, വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ ജോലി ചെയ്യാനോ ഒരു വരുമാന മാർഗത്തിനുള്ള യാതൊന്നുമില്ലാതെ ശരീരം തകർന്ന്, സാമ്പത്തികം തകർന്ന്, എല്ലാം തകർന്നു പോയ, കുടുംബജീവിതമൊക്കെ തകർന്നു പോയ എത്രയോ പേരെ കർത്താവ് റീയൂണൈറ്റ് ചെയ്തു. ഇതൊന്നും നമ്മളുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഖലാസികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത, ആർക്കും ഉയർത്തിയെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള മനുഷ്യരെ, വ്യക്തിത്വങ്ങളെ ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. ഞാൻ ഇത് സാവധാനം നിർത്തി എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ആ ഒരു അവസ്ഥയിലാണെങ്കിൽ, ഒരു ഹെവി ഡെറ്റ് നിങ്ങൾക്ക് വന്നു,
ഭയങ്കരമായൊരു, ആര് വിചാരിച്ചാലും തീർക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു കടഭാരം, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് നിങ്ങൾ കുരുങ്ങിപ്പോയി. സാമ്പത്തിക പ്രശ്നമാകാം, ഏതെങ്കിലും ഊരാക്കുരുക്കാരിക്ക് എന്തിൽ ചെന്ന് പെട്ടുപോയി. എങ്ങനെ തടിയൂരും, എങ്ങനെ രക്ഷപ്പെടും? കർത്താവിന് സാധിക്കും. ബിക്കോസ് ഹീസ് ഇൻ ടു അപ്ലിഫ്റ്റിംഗ് ബിസിനസ്. എന്ന് വെച്ചാൽ ഒരാൾക്കും വീണ്ടെടുക്കാൻ കഴിയാത്ത, ഒരാൾക്കും വിടുവിക്കാൻ കഴിയാത്ത, ഒരാൾക്കും വിമോചനം നൽകാൻ കഴിയാത്ത രീതിയിൽ ആയിപ്പോകുന്ന വ്യക്തികളെ, ഞാനിത് പറയുമ്പോൾ 30-നും 40-നും ഇടയിൽ പ്രായമുള്ള കുറേയധികം പേരെ ഞാൻ കാണുന്നു. അങ്ങനെ എന്തോ ആ പ്രായത്തിൻ്റെ ഇതിലൊക്കെ ചെന്നപ്പെട്ട് ലൈഫ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന, ഒരുപക്ഷെ ഡ്രഗ്സിലാകാം, ചില തെറ്റായ ചില ബന്ധങ്ങളിലാകാം, ഏതെങ്കിലും കൾട്ട് ഗ്രൂപ്പുകളിലാകാം, ചിലരുടെയൊക്കെ കയ്യിൽ പെട്ടുപോയി അങ്ങനെ തകർന്നു കിടക്കുന്ന, ലൈഫ് അതുപോലെയായ, ഇനി ആര് വിചാരിച്ചാൽ ഇനിയൊരു ജീവിതം ഉണ്ടാകും എന്നതുപോലെയൊക്കെ ആയിരിക്കുന്നു. ഞാൻ വിചാരിച്ചാലും ഉണ്ടാകണമെന്നില്ല, ആര് വിചാരിച്ചാലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ മുകളിൽ നിന്നും ഏറ്റവും ഉന്നതമായ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടൊരു ദൈവം താഴേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ്റെ കണ്ണിൽ നീ പെട്ടിട്ടുണ്ട്. അപ്പോൾ the Lord lifts up those who are bowed down. 3 കാര്യങ്ങൾ ഈ 146-8 പറഞ്ഞിട്ടുണ്ട്. 1, the Lord gives sight to the blind. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാൻ കർത്താവിന് സാധിക്കും. ഈ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നത്, ഈ മുഖത്തെ കണ്ണിൽ കാഴ്ച തരാൻ കർത്താവിന് സാധിക്കും. യേശു കർത്താവ് പല പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു കാഴ്ചപ്പാടില്ലാതെ പോയി, സ്പിരിച്വലി ബ്ലൈൻഡ് ആയിപ്പോയി, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലായിപ്പോയി. അവിടെയും കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. ഹി ലിഫ്റ്റ്സ് അപ്പ് ദോസ് ഹു ആർ ബൗഡ് ഡൗൺ. രണ്ടാമത് പറയുന്നത് കുനിഞ്ഞിരിക്കുന്നവരെ അവൻ ഉയർത്തുന്നു. 3, ഹി ലവ്സ് ദ റൈച്ചസ്. നീതിമാന്മാരായി ജീവിക്കുന്നവരെ, നേരോടെ നടക്കുന്നവരെ അവൻ സ്നേഹിക്കുന്നു. ഇത് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ലിറ്ററലി കർത്താവ് ചെയ്ത ഒരു രംഗമുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 13, 10 മുതൽ 13 വരെ 16-ാമത്തെ വചനം നോക്കാം. ലൂക്ക് 13, 10-13 and also verse number 16. On a Sabbath, Jesus was teaching in one of the synagogues, and a woman was there who had been crippled by a spirit for 18 years. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സിനഗോഗിൽ ഒരു ശബത്ത് നാളിൽ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദിസ് വാസ് ഹിസ് കസ്റ്റം. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും, അന്ന് യഹൂദന്മാർക്ക് ശനിയാഴ്ച, നമ്മൾ ഇന്ന് ഞായറാഴ്ച എന്ന് പറയുന്ന പോലെ, ശബത്ത് നാളിൽ സാധാരണ യഹൂദന്മാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. അന്ന് സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, and a woman was there who had been crippled by a spirit for 18 years. ഒരു അശുദ്ധാത്മാവ്, ഒരു രോഗാത്മാവ് ഒരു സ്ത്രീയെ വല്ലാത്ത രീതിയിൽ ക്രിപ്പിൾഡാക്കി, അവരുടെ ശരീരത്തിൽ പൈശാചി ശക്തി ബാധിച്ചിട്ട് അവരുടെ ശരീരം വളഞ്ഞ് കുനിഞ്ഞ് ഒടിഞ്ഞുപോയി. She was bent over and could not straighten up at all. അവളിങ്ങനെ കുനിഞ്ഞിട്ട്, കൂന് വന്നിട്ട് നിവരാൻ കഴിയാത്ത രീതിയിൽ ശരീരം വളഞ്ഞുപോയി. When Jesus saw her, he called her forward and said to her. യേശു അവളെ കണ്ടപ്പോൾ അവളോട് ഒരു മനസ്സലിവ് ഉണ്ടായിട്ട്, അപ്പം ഇവള് പ്രാർത്ഥിച്ചിട്ടില്ല, ഇവള് യേശുവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചിട്ടില്ല. രക്തസ്രവക്കാരി സ്ത്രീ പതുക്കെ സൂത്രത്തിൽ പുറയിലൂടെ വന്ന് സൗഖ്യമായിട്ട് പോയി. വേറെ ചില സ്ത്രീകൾ കരഞ്ഞു കൂവി, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം വർദ്ധിച്ചിരിക്കുന്നു, രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് വന്നു. പക്ഷെ ഈ സ്ത്രീ അവിടെ സിനഗോഗിൽ ഇരിക്കുവാണ്, ഈ കുനിഞ്ഞ് തന്നെ ഇരിക്കുവാണ്. അവൾ പ്രാർത്ഥിച്ചിട്ടില്ല, യേശുവിൻ്റെ അടുക്കൽ അഭ്യർത്ഥിച്ചിട്ടില്ല. പക്ഷെ യേശു അവളോട് പറയാണ്, വുമൺ, യു ആർ സെറ്റ് ഫ്രീ ഫ്രം യുവർ ഇൻഫോർമിറ്റി. നിന്റെ ഈ രോഗത്തിൽ നിന്നും, ഈ പ്രയാസത്തിൽ നിന്നും നീ ഇപ്പോൾ സ്വതന്ത്രയായിരിക്കും. Then he put his hands on her and immediately she straightened up and praised God. അപ്പം ആ സമയത്ത് യേശു കർത്താവളുടെ മേൽ കൈവച്ചപ്പോൾ
ഉടൻ തന്നെ, അവിടെ പറഞ്ഞിരിക്കുന്ന ഉടൻ തന്നെ, ഷീ സ്ട്രെയിറ്റൻഡ് അപ്പ് ആൻഡ് പ്രൈസ് ഗോഡ്. അവളുടെ ശരീരം, ഈ വളഞ്ഞിരുന്ന ശരീരം പെട്ടെന്നങ്ങ് നിവർന്നു. എന്നിട്ട് അവൾ ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. 16 വചനം കൂടി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കി. ദെൻ ഷിഡ് നോട്ട് ദിസ് വുമൺ, അതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നേരത്തെ പറഞ്ഞല്ലോ, ശബത്തിലാണ് യേശു ചെയ്തത്. അതിനെ ചൊല്ലി കുറച്ച് കശവിശ അവിടെ ഉണ്ടായി. യേശു അതിനൊരു റെസ്പോണ്ട് ചെയ്തിട്ട് പറയുകയാണ്, ദെൻ ഷിഡ് നോട്ട് ദിസ് വുമൺ, എ ഡോട്ടർ ഓഫ് Abraham, whom Satan has kept bound for 18 long years, be set free on the Sabbath day from what bound her. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ശബത്തിലൊരു കാളക്കിടാവ് എന്തെങ്കിലും കുഴിയിൽ വീണാൽ കയറ്റിയിൽ കർത്താവ് ചില കാര്യങ്ങൾ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. എന്നിട്ട് ചോദിക്കുക, അങ്ങനെയെങ്കിൽ ശബത്ത് നാളിൽ നിങ്ങളുടെ ഒരു മൃഗം കിണറ്റിൽ പോയാൽ, കുഴിയിൽ വീണാൽ കയറ്റില്ലേ? ഒരാൾക്കൊരു ആപത്തുണ്ടായാൽ നിങ്ങൾ സഹായിക്കില്ലേ? അങ്ങനെയെങ്കിൽ 18 വർഷം പിശാച് ബന്ധിച്ച് വെച്ചിരിക്കുന്ന ഈ സ്ത്രീയെ ഞാൻ വിടുവിക്കേണ്ടതല്ലേ? ഇതാണ് യേശുവിൻ്റെ ന്യായീകരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ത്രീ വിടുതലിന് വേണ്ടി ഒരു ഇനീഷ്യേഷൻ എടുത്തിട്ടില്ല. അവൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞില്ല, മുട്ടൂത്തി നിന്ന് നിലവിളിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. എന്നാൽ യേശുവിന് അകത്തൊരു കമ്പാഷൻ ഉണ്ടായിട്ട്, മനസ്സലിവ് തോന്നിയിട്ട് അവളെ സൗഖ്യമാക്കിയാണ്. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊരു നിലവിളിയോ പ്രാർത്ഥനയോ ഒന്നുമില്ല. കർത്താവ് തന്നെ ഇനീഷ്യേഷൻ എടുത്ത് ചിലരെ സൗഖ്യമാക്കാറുണ്ട്. കാരണം ഈ സ്ത്രീ അവളുടെ ജീവിതത്തിൽ പിശാച് ബാധിച്ചിട്ട് അവളെ ബന്ധിച്ച് മുഴുവൻ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെയാണ് ആ സ്ത്രീ നടക്കുന്നത്, കംപ്ലീറ്റ്ലി ബെൻഡായിട്ട്. അപ്പൊ തല താഴേക്ക് തൂങ്ങിക്കിടക്കുക. നമ്മുടെ തല താഴേക്ക് തൂങ്ങിക്കിടക്കുവാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം, നമ്മുടെ കാല് തന്നെ നമ്മൾ കാണും, അല്ലെങ്കിൽ തറ കാണും. അതല്ലാതെ നമ്മൾ നിവർന്നു നിൽക്കുവാണെങ്കിലോ ആളുകളുടെ മുഖം കാണാം, മുകളിലേക്ക് നോക്കുക, ആകാശം കാണാം, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം. പക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ താഴെയുള്ളത് മാത്രമേ കാണാൻ കഴിയൂ. അതാണ് ഞാൻ പറഞ്ഞത്, പിശാച് ഒരിക്കലും ആരെയും നിവർന്നു നടക്കാൻ സമ്മതിക്കില്ല. അത് അവന് ഇഷ്ടമാണ്. എങ്ങനെയും മനപ്രയാസം ഉണ്ടാക്കി, എങ്ങനെയും പ്രാർത്ഥനാ ജീവിതം നശിപ്പിച്ച്, എങ്ങനെയും ശുശ്രൂഷ നശിപ്പിച്ച്, എവിടെയെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ മുടിച്ച് തകർത്ത് നശിപ്പിച്ച് കൊന്ന് എല്ലാം തകർക്കുന്നൊരു നാശം കൊണ്ടുവരുന്ന ഒരു ആത്മാവാണ് പൈശാചിക ആത്മാവ്. ഈ സ്ത്രീയിൽ കയറിയിട്ട് ഇവൾ അബ്രഹാമിൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വിശ്വാസികളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. രക്ഷിക്കപ്പെട്ടു, സഭയിൽ പോകുന്നു, എല്ലാ സഭയുടെ ആക്ടിവിറ്റീസിലും ഉണ്ടെന്ന് പറയുന്നവർ പോലും ഇതുപോലെ ബന്ധിക്കപ്പെടാം. പക്ഷെ കർത്താവിന് ഒരു ഹൃദയമുണ്ട്, മനസ്സുണ്ട്. എന്തിന്? കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തിയെടുക്കുവാൻ. ഇനി ആ സ്ത്രീയുടെ അവസ്ഥ ഞാൻ പല പ്രാവശ്യം മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്ന് ഡ്രസ്സ് ധരിക്കാൻ, എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്യണമെങ്കിൽ, പല്ല് തേക്കണമെങ്കിൽ, ഒന്ന് കുളിക്കണമെങ്കിൽ എല്ലാം ഈ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുനിഞ്ഞ്. എന്നാൽ ഇത് ചെയ്തത് സാത്താൻ അവളെ ബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. സാത്താൻ അവളെ കെട്ടി ആത്മീയമായ ചില പാശങ്ങൾ കൊണ്ട്, രോഗബന്ധനങ്ങൾ കൊണ്ട്, ഇൻഫേമിറ്റിയുടെ സ്പിരിറ്റ് കൊണ്ട് അവളെ കെട്ടിവെച്ചേക്കുക. യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബന്ധനസ്ഥരെ, ബദ്ധന്മാരെ വിടുവിക്കുവാൻ. യേശു അവളുടെ മേൽ കൈവച്ച് സംസാരിച്ച ഉടൻ തന്നെ അവളുടെ ശരീരം പെട്ടെന്ന് തന്നെ നിവർന്നിട്ട് പിന്നെ അവൾക്ക് എന്ത് ചെയ്യാം? യേശുവിനെ കാണാം, യേശുവിൻ്റെ മുഖം നോക്കാം. ആ സിനഗോഗിലുണ്ടായിരുന്ന വിശ്വാസികളെ, അവിടുത്തെ ശുശ്രൂഷകരെ എല്ലാവരും അവൾക്ക് കാണാം. ഇവൾ ഉടനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആ യേശുവല്ലേ ഇന്ന് നമ്മുടെയും യേശു. എബ്രായലേഖനം 13:8 വചനത്തിൽ പറയുന്ന യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാകും, അവൻ അനന്യനാകുന്നു. സോ ഇങ്ങനെ ഒരു കർത്താവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതുപോലുള്ള കുനിഞ്ഞ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുനിഞ്ഞു പോയിട്ടുണ്ടോ? പരീക്ഷയിൽ തോറ്റു, പിന്നെ ഇനി മുതൽ ആളുകൾ ഇനി എങ്ങനെ കാണും, ഞാൻ തോറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹെവിയായി കുനിഞ്ഞടക്കേണ്ട ആവശ്യമൊന്നുമില്ല.
കർത്താവ് ഈ കൂനുകളൊക്കെ നിവർത്തുവാൻ കഴിവുള്ളവനാണ്. ഇനി ഉള്ളിൽ വിശ്വസിക്കുക, എൻ്റെ ദിവസമാണ്. ആരും ഈ സമയത്ത് ഈ വീഡിയോ ഓഫാക്കരുത്, ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്യരുത്. ദയവായി ഇത് മുഴുവൻ കേൾക്കുക, കാണുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അകത്ത് വിശ്വസിക്കുക, എൻ്റെ അവസ്ഥ മാറും. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്. കയ്യിൽ വന്നിട്ടല്ല വിശ്വസിക്കേണ്ടത്, കയ്യിൽ വരാത്തപ്പോൾ ഒരു മാറ്റവും തോന്നുന്നില്ല, ആ സമയത്ത് വിശ്വസിക്കണം. നോ 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 ഗോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ്. ഗോഡ് ഈസ് ഗോയിങ് ടു സ്ട്രെയിറ്റൻ അപ്പ് മൈ ബെൻറ്റ് പൊസിഷൻ. ഇതങ്ങോട്ട് വിശ്വസിക്കുക. കൈ കൊണ്ട് നെറ്റിപ്പിടിക്കാമോ? കർത്താവെ, ജനങ്ങൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം കുനിഞ്ഞുപോയി, എവിടെയെല്ലാം തല തൂങ്ങിക്കിടക്കുന്നു, അവിടെ നിന്നും കർത്താവ് എല്ലാവരും ഉയർത്തണമേ, ആ തല ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് കുനിയുന്നത് ഓരോരുത്തരുടെയും കൂന് നിവർത്തുവാനാണല്ലോ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഉണ്ടാകട്ടെ. ഈ അക്ഷരീയമായി തന്നെ ഈ നട്ടലിങ്ങനെ ബെൻഡായിപ്പോയ, പുറകോട്ടോ അല്ലെങ്കിൽ മുമ്പിലോട്ടോ ഒക്കെ നട്ടല് ബെൻഡായിപ്പോയ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കോലിയോസിസ് പോലെ വശങ്ങളിലേക്ക് വളഞ്ഞതാകാം, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. കിഡ്നികൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. ഹാർട്ടിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ നാമത്തിൽ. കണ്ണുകളുടെ കാഴ്ച യേശുവിൻ നാമത്തിൽ തിരികെ വരട്ടെ. ഓപ്പൺ ഇൻ ജീസസ് നെയിം. ഓപ്പൺ ഇൻ ജീസസ് നെയിം. Let the eyes open. Let the eyesight be restored in Jesus' name. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കട്ടെ. തീരാരോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങൾക്കിപ്പോൾ തന്നെ ഫോൺ എടുത്ത് ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ലൈനിൽ വിളിക്കാം. ഇല്ലെങ്കിൽ പിന്നീട് തിരക്കൊക്കെ മാറിയ ശേഷമാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്യാം. കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ ഹൗ ടു ബിക്കം എ പാർട്ണർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ, അത് blessingtoday.tv എന്ന വെബ്സൈറ്റിൽ നോക്കാം. പ്രെയർ ലൈനിൽ വിളിച്ച് ചോദിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.